ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്യാം പൊട്ടിത്തെറിക്കുവാണ് കേട്ടോ. അതെ, ആ പെൺകുട്ടിനെ എന്തിനാ വീണ്ടും വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയാണ്. എന്താ ശ്യാമേട്ടാ, ശ്രുതി വന്ന ശ്യാമേട്ടന് ഇപ്പം എന്താ പ്രശ്നം? അല്ല, എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ അളിയന് അതൊട്ടും ഇഷ്ടമല്ല അഞ്ജലി. അതെനിക്കറിയാം. പക്ഷേ അവന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ശ്രുതിനെ ഞാൻ വീണ്ടും വിളിച്ചു വരുത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും അവന്റെ ആ കാര്യം എടുത്തിട്ട് ശ്യാമയുടെ ടെൻഷൻ അടിക്കണ്ട. എന്റെ രണ്ട് കണ്ണീര് മതി അവന്റെ തീരുമാനങ്ങളൊക്കെ മാറ്റി പറയാൻ. അവൻ എത്രയേ ഉള്ളൂന്നേ, അതന്നെയാ എന്റെ ബലവും എന്ന് പറയാണ്. എന്തായാലും ശ്യാമേട്ടൻ എന്തായാലും റെഡിയായിട്ട് ഓഫീസിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാണ്. ശേഷം ശ്യാമിന്റെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊക്കെ പറയാനും ശ്രുതി ഇവിടെ വരുന്നത് നിർത്തി വെച്ചേ പറ്റൂ. എന്തായാലും അഞ്ജലി അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ശ്രുതിനെ കൊണ്ട് തന്നെ ഈ തീരുമാനം മാറ്റിപ്പിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കട്ടോ ശ്യാമം. അതേസമയം ശ്രുതിയാണെങ്കിൽ വീട്ടിലെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുവാണ്. അങ്ങനെ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഒരു 5 പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുട്ടിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്ത് വേറൊരു കുട്ടി, അതൊരു ആൺകുട്ടി വേറൊരു പെൺകുട്ടി ബുക്ക് വലിച്ചെടുക്കുവാണ്. എനിക്ക് ഈ ബുക്കിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വലിച്ചെടുക്കുവാണ്. ആ സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട്, കണ്ടോ മിസ്സേ, ഇവൻ എൻ്റെ ബുക്ക് തരുന്നില്ല, എനിക്ക് എഴുതാൻ വേണ്ടി തരുന്നില്ല എന്ന് പറയുമ്പോൾ, എടാ ബുക്ക് അവൾക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. ഇല്ല, ഞാൻ കൊടുക്കില്ല, എനിക്ക് ഈ ബുക്കിൽ എഴുതണം എന്ന് ആ കുട്ടി പറയുമ്പോൾ, നിനക്ക് നിന്റെ സ്വന്തമായിട്ടുള്ള ബുക്കില്ലേ, പിന്നെ ഇതിനെ ആ ബുക്ക് ഉപയോഗിക്കുന്നത്, മര്യാദയ്ക്ക് ആ ബുക്ക് അവൾക്ക് കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പിന്നെ ഓരോ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ആൺകുട്ടി എന്താ ചോദിച്ചാൽ ആ പെൺകുട്ടിയുടെ ബുക്ക് കീറുവാണ്, പേപ്പർ കീറുവാണ്. അപ്പൊ ആ പെൺകുട്ടി പറയുന്നുണ്ട്, കണ്ടില്ലേ മിസ്സേ, ഇവൻ എന്റെ ബുക്കിന്റെ പേപ്പർ കീറി എന്ന് പറയാണ്. എടാ നീ ആള് കൊള്ളാലോ, നിനക്ക് ഇത്ര അഹങ്കാരമോ എന്ന് ചോദിക്കണം. മര്യാദയ്ക്ക് അവളോട് സോറി പറ. ഇല്ല, ഞാൻ സോറി പറയില്ല, ഞാൻ ആരോടും സോറി പറയില്ല, ഞാൻ ചത്താലും സോറി പറയില്ല എന്ന് ആൺകുട്ടി പറയാണ്. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി അശ്വിനെ കുറിച്ച് ആലോചിക്കുക കേട്ടോ. അശ്വിനെ പോലെ സോറി പറയില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ മുമ്പിൽ സോറി പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് പെട്ടെന്ന് ആലോചിച്ച് പോകാണ് ശ്രുതി. അതിനുശേഷം പറയുന്നുണ്ട്, നീ പുതിയൊരു ASR ആവാൻ വേണ്ടി ശ്രമിക്കുകയാണോ? നോക്ക്, മര്യാദയ്ക്ക് അവളോട് സോറി പറയാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും, ഇല്ല ഞാൻ പറയില്ല, ഞാൻ കാർത്തികെ, ഞാൻ മര്യാദക്കിനോട് പറയാം, മര്യാദക്ക് അവളോട് സോറി പറയാം, അല്ലെങ്കിൽ ഞാൻ തല്ല് മേടിക്കും നീ എന്ന് പറയുവാണ്. ആ സമയത്ത് കൊച്ചി ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് സോറി എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, പേപ്പർ കീറുന്നതിന് സോറി ഇനി ആവർത്തിക്കില്ല എന്ന് പറയണം. ഇനി ആവർത്തിക്കില്ല സോറി എന്ന് ആൺകുട്ടി പറയാണ്. അല്ലെങ്കിലേ നിന്നെ ഇപ്പോഴും നിലക്ക് നിർത്തിയില്ലെങ്കിലേ നീ വലുതാകുമ്പോഴേ ASR ഉണ്ടല്ലോ അയാളെ പോലെ ആകും എന്ന് ശ്രുതി ഇങ്ങനെ പറയുവാട്ടോ. ശേഷം പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് ശ്രുതി അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാം വരുന്നുണ്ട്. ശ്രുതി, എന്താ ശ്യാം സർ, എനിക്ക് ശ്രുതിയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ശ്രുതി വീണ്ടും ആ വീട്ടിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചോ? എന്തിനാ ശ്രുതി ആ വീട്ടിലേക്ക് ജോലിക്ക് പോണത്? പൈസയുടെ വല്ല ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? ഇതെന്തൊരു കഷ്ടമാണ്, ഞാൻ ജോലിക്ക് പോകുന്നത് പൈസയുടെ ആവശ്യത്തിനാണെന്ന് ശ്യാം സാറിനോട് ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞ പൊട്ടിത്തെറിക്കായിട്ട് ശ്രുതി. അല്ല, താൻ പിന്നെ എന്തിനാ ജോലിക്ക് പോകുന്നത്? നോക്ക്, അവിടുത്തെ അഞ്ജലി മേഡം എന്നെ വിളിച്ചു, എന്തൊരു അത്യാവശ്യ കാര്യം ഉണ്ടത്രേ, അതിനു വേണ്ടി ഞാൻ പോയതാണ്, അല്ലാണ്ട് പൈസക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ പോയത്. എന്നോട് കൂൾ കൂൾ കൂൾ, ഞാൻ തന്നോട് ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, അവിടുത്തെ ആ ASRന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അയാൾക്ക് തന്നെ കണ്ണി കണ്ടുകൂടല്ലോ, അവിടെ പോയിട്ട് വെറുതെ തൻ്റെ വില കളയണ്ട എന്ന് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞു ശ്യാം സർ, എനിക്ക് അവിടുത്തെ അഞ്ജലിമയുടെ മുത്തശ്ശിയും പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല, അത് ആരൊക്കെ പോകണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോകും, കാരണം എനിക്ക് അവിടുത്തെ അത്രമാത്രം കടപ്പാടുണ്ട്, അവരെപ്പോൾ വരണമെന്ന് പറഞ്ഞാലും ഞാൻ പോകുമെന്ന് പറയുമ്പോൾ, എടോ എന്തൊക്കെ പറഞ്ഞാലും തന്നെ അവിടെ സർവൻറ്റിനെ പോലെയാണ് ജോലി എടുക്കുന്നത്, കുറച്ചുകൂടി മോഡേൺ സർവൻറ്റ്, ആ നിലയിലാണ് തന്നെ ആ വീട്ടിലുള്ളവർ കാണുന്നത്. അല്ല സർ, അവിടുത്തെ മുത്തശ്ശിയും അഞ്ജലി മേഡൊന്നും എന്നെ അങ്ങനെയല്ല കാണുന്നത്, അവർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകുമെന്ന് സാറിന് പറഞ്ഞില്ലേ, ഇനി അതിൽ ഒരു തർക്കം വേണ്ട. സോറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഓക്കെ എന്ന് പറയുമ്പോഴേക്കും ശ്യാമിനൊരു കോൾ വരും കേട്ടോ. എനിക്കൊരു ക്ലയൻറ്റ് കോൾ വരുന്നുണ്ട്, ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്ന് പറയണ്ട. ശ്യാം അവിടെ നിന്ന് പോകുവാണ്. ശേഷം ശ്രുതി ആകെ ടെൻഷനായിട്ട് ദേഷ്യം ഒരു വേഗം പോയി കിടക്കുക കേട്ടോ. കിടക്കുന്ന സമയത്ത് പ്രീതി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി ഉറങ്ങണ പോലെ അഭിനയിക്കുകയാണ്. പ്രീതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. കൊള്ളാലോ, നീ കിടന്നപ്പോഴേക്കും ഉറങ്ങിയോ? കൊള്ളാലോ, എഴുന്നേക്കടി എന്ന് പറയുമ്പോൾ, എന്താ ചേച്ചി ഞാൻ ഉറങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ, നീ കള്ളം പറയണ്ട, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ഭയങ്കര പാടാന്ന് പറഞ്ഞത് ശരിയാ, നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ ചേച്ചി? ഞാൻ ഉറങ്ങി വരുമായിരുന്നു, ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. എന്ത് കാര്യം? അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താ ചേച്ചി ചോദിച്ചു? അല്ല, നീ ശ്യാം സാറിനെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞത് ശരിക്കും നീ എടുത്ത തീരുമാനം തന്നെയാണോ മോളെ, അതോ അമ്മായിയുടെ നിർബന്ധത്തിനും അച്ഛൻ്റെ അവസ്ഥയിലും നീ എടുത്ത തീരുമാനമാണോ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി, അത് ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം, ആരുടെ നിർബന്ധത്തിനും ആരുടെയും സഹതാപത്തിനും വഴങ്ങി കൊടുക്കേണ്ടതല്ല നിന്റെ ജീവിതം. നിനക്ക് നല്ലതാണെന്ന് ആത്മാർത്ഥമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നീ അതിനെ വഴങ്ങി കൊടുക്കാൻ പാടുള്ളൂ. ചേച്ചി, നമ്മുടെ അച്ഛൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ്റെ അവസ്ഥ നമ്മുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ പലതും ആയിരിക്കാം, പക്ഷെ നിന്റെ മനസ്സിന് തോന്നാത്ത കാര്യം നീ ചെയ്യരുത് എന്ന് പറയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്.
പ്രീതി പറയണ്ട്, എനിക്കറിയാം അമ്മായിയുടെ നിർബന്ധം, അമ്മയുടെ ഒരാളുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ് നീ കല്യാണത്തിന് സമ്മതിച്ചതെന്ന്. നാളൊരു സമയത്ത് നിനക്ക് തോന്നരുത് ഈ തീരുമാനം തെറ്റായി പോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും ദൈവം ഒന്ന് തീരുമാനിക്കും മോളെ. ഇനി നീ ശ്യാംസാറിനെ കല്യാണം കഴിക്കണമെന്നാണ് ദൈവത്തിന്റെ തീരുമാനമാണെങ്കിൽ നീ ശ്യാംസാറിനെ തന്നെ കല്യാണം കഴിക്കും. അതല്ല നിന്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കുകയുള്ളൂ എന്ന് പറയുവാണ്. അതിനുശേഷം ശ്രുതിനെ ചേർത്ത് പിടിക്കാട്ടോ നമ്മുടെ പ്രീതി. അതിനുശേഷം പറയണ്ടേ, പിന്നെ നിന്നെ പെട്ടെന്ന് കെട്ടിച്ചിടാൻ വേണ്ടി ഒരു കാരണവും കൂടിയുണ്ട്. അതെന്താ? അമ്മ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരി നീയാണല്ലോ. അപ്പൊ അമ്മായി നീ നോക്കിയിട്ട് നിന്നെ നല്ലൊരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്ത് പറഞ്ഞയക്കുവാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒഴിയുമല്ലോ. അതുകൊണ്ടായിരിക്കും ചേച്ചി, ഞാൻ തമാശക്ക് പറഞ്ഞതുമായിട്ട് അവര് തമ്മിൽ ഈ ചെറിയ അടിപിടിയൊക്കെ കൂടിയിട്ടെങ്കിലും തമാശക്കിങ്ങനെ കെട്ടിപ്പിടിക്കൊക്കെ ഇങ്ങനെ ചെയ്യുവാട്ടോ. ശ്രുതി ആണെങ്കിൽ നമ്മുടെ പ്രീതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന ശ്യാമിനെയാണ്. ശ്യാം ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും അഞ്ജലി ശ്യാമിന്റെ ഡ്രസ്സൊക്കെ കുടഞ്ഞെടുത്തിട്ട് നമ്മുടെ കഴുകാൻ വന്ന പയ്യന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാട്ടോ. ശ്യാം വന്ന് റൂമിലേക്ക് നോക്കുമ്പോൾ ഡ്രസ്സ് കാണുന്നില്ല. ഈശ്വര, എന്റെ ഡ്രസ്സ് ഇവിടെ പോയി. അഞ്ജലി അലക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവും. അതിലാണല്ലോ ആ മോതിരവും അതുപോലെ തന്നെ ആ ചീട്ടൊക്കെ ഉള്ളതെന്നുമായിട്ട് പെട്ടെന്ന് തന്നെ ശ്യാം ഓടിപ്പോകുമ്പോൾ അഞ്ജലി അയാൾക്ക് ഡ്രസ്സ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അയാൾ പറയണ്ടേ, മേഡം ദേ പോക്കറ്റൊക്കെ ശരിക്കും നോക്കിയിട്ട് തന്നാൽ മതി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തന്നപ്പോഴേക്കും പോക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അതുകൊണ്ട് പോക്കറ്റൊക്കെ നന്നിട്ട് നോക്കിയിട്ട് തന്നാൽ മതി മേഡം. ആയിക്കോട്ടെ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ശ്യാമിന്റെ പോക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് നമ്മുടെ അഞ്ജലി. ആ സമയത്ത് അതിന്നൊരു പേപ്പർ കിട്ടുന്നുണ്ട്. ആ പേപ്പർ കിട്ടുമ്പോൾ അഞ്ജലി പറയണ്ട, താൻ പറഞ്ഞത് വളരെ നല്ലതാണ്. ദേ നോക്കി, ഇതിലൊരു പേപ്പർ ഉണ്ട്, ശ്യാമേട്ടന് വേണ്ട പേപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ ലക്ഷ്മി ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന്റെ ഇതാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്യാം ഓടി വരുന്നുണ്ട്. അഞ്ജലി മോളെ, എനിക്ക് അത്യാവശ്യം ഒരു സാധനം പോക്കറ്റിൽ ഉണ്ടായിരുന്നു. കിട്ടി ശ്യാമേട്ട, ഈ പേപ്പർ അല്ലേ? ഇത് എന്ത് പേപ്പറാ? ഏതൊരു ജ്വല്ലറിയുടെ പേപ്പറാണല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ല അഞ്ജലി മോളത്ത് മോതിരം പോളിഷ് ചെയ്യാൻ കൊടുത്തെന്ന്. അവിടുത്തെ പേപ്പറായത്. അങ്ങനെയാണോ? ഇനി എന്തെങ്കിലും ഉണ്ടാവും നോക്കിക്കാൻ അഞ്ജലി മോളെ. ആ ഷർട്ടിന്റെ പോയിട്ട് നോക്കിയേ. അതിലൊന്നൊന്നുമില്ല ശ്യാമേട്ട, ഒന്നും കൂടി നോക്കൂ എന്ന് പറയാണ്. ഒന്നുമില്ല ശ്യാമേട്ട, ഞാൻ നോക്കിയതാണ്, ഒന്നും കൂടി നോക്കൂ അഞ്ജലി മോളെ എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി ഷർട്ടിന്റെ പോക്കറ്റൊക്കെ തപ്പുന്ന സമയത്ത് പതുക്കെ അവിടുന്ന് പാൻറ് എടുത്ത് മാറ്റുമായിട്ടോ ശ്യാം. എന്നിട്ട് പാൻറിന്റെ പോക്കറ്റ് കൈയിട്ട് അതിൽ നിന്ന് മോതിരെടുത്ത് ശ്യാം മാറ്റുന്നുണ്ട്. അതിനുശേഷം ഈ പാൻറ് കൂടി നോക്കൂ അഞ്ജലി മോളെ എന്ന് പറയാണ്. അല്ല ശ്യാമേട്ടൻ ഇപ്പൊ ആ പാൻറ് നോക്കിയതല്ലേ, എന്നാലും നീയും കൂടി നോക്കിയാൽ എനിക്ക് സമാധാനമാവുള്ളൂ. ഈ ശ്യാമേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി ആ പാൻറിന്റെ പോക്കറ്റ് കൈ ഇടുന്നുണ്ട്. ഇതിലൊന്നുമില്ല ശ്യാമേട്ട. ഒന്നുമില്ലല്ലേ, എങ്കിൽ കൊടുത്തോളൂ എന്ന് പറയാണ്. അങ്ങനെ ആ അലക്കുകാരനെ അവിടെ തുണിയെല്ലാം അഞ്ജലി കൊടുക്കുവാണ്. അഞ്ജലി കൊടുത്തിട്ടുണ്ട് ആ പേപ്പർ, അതായത് ആ ജ്വല്ലറിയുടെ പേപ്പർ അഞ്ജലി ഇങ്ങനെ നിവർത്തി നോക്കുവാട്ടോ. നിവർത്തി നോക്കുമ്പോഴേക്കും ശ്യാമിനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അഞ്ജലി അതിലിങ്ങനെ എല്ലാ കാര്യങ്ങളും വായിച്ച് നോക്കുവാണ്. ശ്യാമാണെങ്കിൽ പെട്ടല്ലോ എന്ന അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അല്ല ശ്യാമേട്ട, ഇത് കഴുകാൻ കൊടുത്ത വെളുക്കിക്കാൻ കൊടുത്ത പേപ്പറാന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യാം, ഞാനിത് പോളിഷ് ചെയ്യണ കടയിൽ ഞാൻ പോയിട്ട് മോതിരം വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ അത് വേണ്ട അഞ്ജലി മോളെ എന്ന് ശ്യാം പറയുമ്പോൾ അഞ്ജലി സംശയത്തോടു കൂടി തന്നെ ശ്യാമിനെ നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു ഭാഗം കൂടി ഉണ്ട്, അതിപ്പോഴാണ് ഓർമ്മ വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ശ്രുതി ട്യൂഷൻ എടുക്കുന്ന തൊട്ട് മുമ്പ് നമ്മുടെ അശ്വിന്റെ അടുത്തേക്ക് ലാവണ്യ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നോക്ക് അശ്വിൻ സർ, നമ്മുടെ എൻ്റെ വിവാഹക്കായ ഓൺലൈൻ ന്യൂസിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ ഒരു ന്യൂസ് കാണിച്ചു കൊടുക്കുക കേട്ടോ. ആ സമയത്ത് അശ്വിന്റെ ദേഷ്യം വരുവാണ്. ഈശ്വര, ഇതാക്കി ആരാ ഈ ന്യൂസ് ചാനലിൽ കൊടുക്കണത്? ന്യൂസ് ചാനലിൽ കൊടുത്താൽ ഇപ്പൊ എന്താ പ്രശ്നം സർ? ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞതിൽ കുറച്ച് പൈങ്കിളി ഉണ്ടെന്നുണ്ടെങ്കിലും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അവർ പറഞ്ഞത് എന്ന് പറയാണ്. അങ്ങനെ ആ ന്യൂസ് കേൾക്കുമ്പോഴേക്കും അതിൽ പ്രത്യേക ആ ന്യൂസ് ആള് പറയണ്ട കേട്ടോ, ഒരുപാട് പെൺകുട്ടികൾ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അശ്വിൻ സാറിൻ്റെ അടുത്ത് പോയതാണ്. ഒരു പെൺകുട്ടി ഫാഷൻ റാവിനിടയ്ക്ക് പ്രൊപ്പോസ് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് അത് ഓഫ് ചെയ്യാണ്. അല്ല, ഫാഷൻ റാവിൽ നിന്നെ പ്രൊപ്പോസ് ചെയ്ത പെൺകുട്ടി ഏതാ? നമ്മുടെ കാർട്ടൂൺ ബേബിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞതല്ലേ? എന്തൊക്കെ പറഞ്ഞാലും കാർട്ടൂൺ ബേബി ഉള്ളതുകൊണ്ട് നമ്മുടെ വിവാഹം നടക്കണത്. എന്റെ ലാവണ്യ, നീ ഒന്ന് നിർത്തോ, ഏത് നേരം ആ ശ്രുതിയുടെ പേര് പറഞ്ഞ മനുഷ്യനെ തലവേദന എടുപ്പിക്കുമല്ലോ നീ എന്ന് പറയാണ്. സോറി, ഓക്കെ, ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമല്ലേ സർ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ശ്രുതി ട്യൂഷൻ എടുക്കുന്ന ഭാഗം കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ.